കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈയിടെ പ്രശ്നം വെക്കാൻ വന്ന ഒരാൾ പറഞ്ഞ ഒരു ചോദ്യത്തിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ടോപ്പിക് ചെയ്യാനൊരു പ്രചോദനമായത്. എന്താണെന്നല്ലേ നമുക്ക് നോക്കാം. ഇടിവെട്ടിയ തെങ്ങ്, ഇത്തള കയറിയ മാവ്, അതുപോലെ കാട് കയറിയ പുരയിടം, ഭർത്തൃസുഖമില്ലാത്ത സ്ത്രീയെ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയി, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ട് പക്ഷെ ഭർത്താവിനെ കൊണ്ട് ഗുണമില്ല, ഭർത്താവിന് വേറെ എന്തെങ്കിലും പരസ്ത്രീ ബന്ധമോ, അല്ലെങ്കിൽ ഭർത്താവ് പരസ്ത്രീ ബന്ധമില്ല, ഇപ്പോൾ വിദേശത്ത് വല്ലതും ആണ്, അല്ലെങ്കിൽ പട്ടാളത്തിലും മറ്റുള്ളതൊക്കെ വർക്ക് ചെയ്യുവാണ്. അപ്പം അങ്ങനെ പല രീതിയിലാവാം. അപ്പം അങ്ങനൊരു സ്ത്രീ ഉള്ള വീട് നമുക്ക് എന്നും കുന്നും ദുരിതമായിരിക്കുമോ, എന്നും കുന്നും ദോഷമായിരിക്കുമോ എന്നൊരു ചോദ്യമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് പറയാനുള്ളത്, കാട് കയറിയ വീടൊക്കെ നമുക്ക് ശവനപ്പഴിയായിട്ടൊക്കെ പറയാം. അതുപോലെ ഇത്തള് കയറിയ മാവ്, ഇടിവെട്ടിയ തെങ്ങ്, അതെല്ലാം നമുക്ക് ദോഷമായിട്ടൊക്കെ നിൽക്കുന്ന അവസ്ഥയാണ്. സ്ത്രീകളുടെ അവസ്ഥയിൽ അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ല. കാരണം നമുക്ക് സ്ത്രീ എന്ന് പറഞ്ഞാൽ അന്നായിരുന്നാലും നമ്മൾ പറയാം സ്ത്രീ അമ്മയാണ്, അതുപോലെ അതായത് മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. അങ്ങനെ ദോഷമുള്ളവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ സ്ത്രീകളും ദോഷമാണെന്നൊന്നും പറയാൻ പറ്റുകയില്ല. അപ്പം അത് അവരുടെ അവസ്ഥ, ജാതകം, പ്രശ്നം എല്ലാം പരിശോധിച്ചെങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ദോഷം കൊണ്ടായിരിക്കും അവർക്ക് ഈ ഒരു ഭർത്താവിൽ നിന്ന് നമുക്കൊരു സ്നേഹവും സഹതാപവും അനുകമ്പയും ഭർത്തൃസുഖവും ഒന്നും ഇല്ലാത്തത്. അപ്പം അതിനുള്ള പ്രതിവിധി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നേടിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. എന്തായാലും അത് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. ചിന്തിക്കാതെ ഇതിനുള്ള ഉത്തരം പറയാൻ പറ്റില്ല. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ, ഇത്തള് കയറുമ്പോഴേ നമ്മൾ മാവൊക്കെ വെട്ടിക്കളഞ്ഞില്ല എന്ത് പറ്റും? ആ മാവ് മൊത്തം ഇത്തള് കയറിയിട്ട് അത് പിന്നെ മാങ്ങ ഉണ്ടാകത്തില്ല, പിന്നെ ക്രമേണ ഉണങ്ങിപ്പോകുന്ന അവസ്ഥയൊക്കെ വരും അല്ലേ. പിടിവെട്ടിയ തെങ്ങായാലും നിന്ന് കഴിഞ്ഞാൽ അത് അവലക്ഷണമാണ്. അതൊരു നല്ല ലക്ഷണമാണെന്ന് ലക്ഷണശാസ്ത്രത്തിലൊന്നും തന്നെ പറയുന്നില്ല. പുരയിടമായാലും കാട് കയറി കിടന്നു കഴിഞ്ഞാൽ എന്തുവാ, ജീവികളും മറ്റുള്ളതും ഒക്കെ വന്ന് അവിടെ എപ്പോഴും വൃത്തിയായിട്ട് ശുദ്ധിയായിട്ടിരിക്കുന്നിടത്ത് മാത്രമേ ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈശ്വരാധീനം വരാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾക്കുള്ള മറുപടികളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.